ഹലോ ഡിയേഴ്സ്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹായ് ഓൾ, ഞാൻ അഖില ചന്ദ്രൻ, ഹോളിസ്റ്റിക് ലൈഫ് കോച്ച്, ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും ഇങ്ങനെ ചിന്തിക്കുമല്ലേ, എന്തുകൊണ്ടാ ഭഗവാനെ എനിക്ക് മാത്രം ഇങ്ങനെ എന്ന് ചിന്തിക്കാറുണ്ട് അല്ലേ? അപ്പോൾ ഞാനൊരു കഥ പറഞ്ഞു തുടങ്ങാം. പണ്ട് ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു അടിപൊളി മന്ത്രി ഉണ്ടായിരുന്നു. മന്ത്രി എല്ലാ കാര്യത്തിനും എന്ത് വന്നാലും അതിനെ പോസിറ്റീവായി എടുക്കാനും പോസിറ്റീവായി സംസാരിക്കാനുമാണ് ശ്രമിക്കാറുള്ളത്. എന്ത് സംഭവിച്ചാലും അതെല്ലാം നല്ലതിന് എന്നാണ് മന്ത്രി പറയാറുള്ളത്. അപ്പോൾ ഒരു ദിവസം രാജാവ് മന്ത്രിയോട് ഇങ്ങനെ സംസാരിക്കണം. അപ്പം മന്ത്രിയോട് പറഞ്ഞു, കുറേ ദിവസമായി ഇങ്ങനെ രാജ്യകാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഫുള്ള് ഒരു സ്ട്രെസ്സിലൂടെയാണ് ഞാൻ പോകുന്നത്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് നായാട്ടിന് പോവാം. കുറേ നാളായി നായാട്ടിന് പോയിട്ട്, അപ്പം നായാട്ടിന് പോവാം, മന്ത്രി കൂടെ വരണം എന്ന് പറഞ്ഞു. അപ്പം മന്ത്രി പറഞ്ഞു, ഓ അതിനെന്താ, വരാലോ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ഓക്കെ എന്നാൽ പോകാം എന്ന് പറയുമ്പോൾ രാജാവിൻ്റെ മുന്നിൽ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും. ഏതായാലും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് രാജാവ് ആപ്പിൾ എടുത്ത് കട്ട് ചെയ്തു. കഥയിൽ ചോദ്യമില്ല കേട്ടോ, എന്തുകൊണ്ടാണ് ആപ്പിൾ രാജാവ് കട്ട് ചെയ്തു, വേറെ ആർക്കെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുമായിരിക്കും. അപ്പോൾ കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ട് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഓക്കെ, രാജാവ് കട്ട് ചെയ്തു. ഓക്കെ, ഒരു കത്തി എടുത്ത് കട്ട് ചെയ്തപ്പോഴത്തേക്ക് ആപ്പിളിൻ്റെ കൂടെ തന്നെ രാജാവിൻ്റെ കൈയും ഒന്ന് നന്നായി മുറിഞ്ഞു. അപ്പോഴും എന്താണ്, എപ്പോഴും നല്ലതിന് എന്ന് പറയുന്ന മന്ത്രി അറിയാതെ പറഞ്ഞു ഇതും നല്ലതിനാണ് എന്ന്. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു കേട്ടോ. കാരണം രാജാവിൻ്റെ കൈ മുറിഞ്ഞപ്പോൾ മന്ത്രി പറയാണ് നല്ലതിനാണ് എന്ന്. അപ്പോൾ രാജാവ് ദേഷ്യം പിടിച്ച് രാജാവ് ആരെവിടെ, ഈ മന്ത്രിയെ പിടിച്ച് തുറങ്കിലടയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോഴും മന്ത്രി കൂളായിരുന്നു. മന്ത്രി പറഞ്ഞു ഇതും നല്ലതിന് എന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ രാജാവിന് നല്ല ദേഷ്യം വന്നു. അപ്പോൾ രാജാവ് മന്ത്രിനെ പിടിച്ച് തുറങ്കലിലിടുകയും ചെയ്തു. രാജാവ് നായാട്ടിന് ഇറങ്ങുകയും ചെയ്തു. കുറേ ഭടന്മാരെ കൂട്ടിയിട്ട് രാജാവ് ഒരു 5-10 ഭടന്മാരെ കൂട്ടിയിട്ട് രാജാവ് നായാട്ടിന് പോയി. ഓക്കെ, അങ്ങനെ കാട്ടിൻ്റെ ഒത്ത നടുവിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഒരു മാൻപേടയെ കണ്ടു. ഈ മാൻപേടയെ കണ്ടപ്പോൾ രാജാവ് അതിൻ്റെ അമ്പ് ചെയ്യാനായിട്ട് അതിൻ്റെ പിറകെ വെച്ച് പിടിച്ചു. ഓക്കെ, അങ്ങനെ അപ്പം മാൻപേട ഭയങ്കര സ്പീഡിൽ അങ്ങ് പോയി. അങ്ങനെ നല്ല പിന്നെ എന്താ പറയുക, വനത്തിൻ്റെ നല്ല ഉള്ളിലേക്ക് പോയി. അപ്പോൾ അവിടെ വെച്ച് ഭടന്മാരും രാജാവും തമ്മിൽ വേറെ വിട്ടു പോയി എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി ലേറ്റായി, ഫുള്ള് ഇരുടായി. അപ്പോൾ രാജാവ് വിചാരിക്കും ഇനിയിപ്പോൾ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇന്ന് ഈ വനത്തിൽ തന്നെ കഴിയാമെന്ന്. അപ്പോൾ അങ്ങനെ രാജാവ് വനത്തിൽ ഇങ്ങനെ രാത്രി കഴിച്ചു കൂട്ടാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ നരഭോജികളായ ആളുകൾ അങ്ങോട്ടേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ രാജാവ് പേടിച്ച് വിറച്ചു. ഓക്കെ, അപ്പോൾ ഇവർ നോക്കുമ്പോൾ നല്ല തലപ്പാവൊക്കെ വെച്ച് നല്ല സുന്ദരക്കുട്ടപ്പനായ ഒരു രാജാവ് ഇങ്ങനെ ഇരിക്കുന്നു. അവർ ഇന്ന് രാത്രി അവർക്ക് അവരുടെ പിന്നെ ദേവതയ്ക്ക് വേണ്ടിയിട്ട് ബലി കഴിപ്പിക്കുന്ന ഒരു ദിവസമായിരുന്നു. അപ്പം അതിനു വേണ്ടി നല്ലൊരു ആളെ തപ്പി നടക്കുകയായിരുന്നു അവർ. അപ്പോൾ രാജാവിനെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇന്നത്തേക്കുള്ള ബലി കഴിപ്പിക്കാനുള്ളത് ഇദ്ദേഹം തന്നെ എന്നുള്ളത് അവർ തീരുമാനിച്ചു. അത് കഴിഞ്ഞ് അവരുടെ ഒരു തലവനുണ്ട്. അപ്പോൾ പുള്ളി വന്നിട്ട് ഇദ്ദേഹത്തെ പരിശോധിച്ചപ്പോൾ, അതായത് ഈ ബലി കൊടുക്കുന്നതിന് മുന്നേ ബലി കഴിക്കപ്പെടുന്ന ആളുടെ ദേഹത്ത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടോ, അല്ലെങ്കിൽ അവർ കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഈ തലവൻ വന്ന് പരിശോധിച്ചപ്പോഴത്തേക്ക് രാജാവിൻ്റെ കയ്യിലൊരു മുറിവ് കാണും എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എന്താണ്, അപ്പോൾ അവർ പറയും അയ്യേ ഇത് ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ്, ഇതിനെ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് രാജാവിനെ അവിടെ ഇട്ടിട്ട് ഈ നരഭോജികൾ പോവുകയാണ്. അപ്പോൾ രാജാവാകെ കൂടെ എന്താ പറയണ്ടേ, രാജാവിന് ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന് രാജാവ് വെച്ച് പിടിക്കും കൊട്ടാരത്തിലേക്ക്. ആരെയായിരിക്കും രാജാവ് ഫസ്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കൂ, കമൻറ്റ് ചെയ്യണേ.
അപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത് നമ്മുടെ സ്വന്തം മന്ത്രിനെയാണ് അല്ലേ. മന്ത്രിനെ പോയി കെട്ടിപ്പിടിക്കും രാജാവ്. മന്ത്രി താങ്ക് യു അന്ന് നിങ്ങൾ പറഞ്ഞത് അപ്പം എനിക്ക് മനസ്സിലായില്ലായിരുന്നു, ഇപ്പോഴാണ് എനിക്കതിൻ്റെ വില മനസ്സിലാവുന്നത്, സത്യം പറഞ്ഞാൽ അത് നല്ലതിനായിരുന്നു എന്നുള്ളത്. അപ്പോൾ മന്ത്രി പറയും ഓ ശരി ആയിക്കോട്ടെ എന്ന് പറയും. പിന്നെ അപ്പോൾ രാജാവ് ഇങ്ങനെ ചോദിക്കും, മന്ത്രി എന്തുകൊണ്ടാണ് നിങ്ങൾ തുറങ്കലിലിട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞത് പിന്നെ എന്താ അതും നല്ലതിന് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ മന്ത്രി പറയും, രാജാവേ ഇപ്പോൾ എന്നെ തുറങ്കലിൽ അടച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ അക്കമ്പനി ചെയ്ത് വന്നിട്ടുണ്ടാവുമായിരുന്നല്ലോ. അപ്പം എന്നെ ആ നരഭോജികൾ പിടിച്ച് ബലി കൊടുത്തേനെ. അപ്പോൾ എൻ്റെ ലൈഫും ഞാൻ ഈ തുറങ്കലിലായതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്, അപ്പോൾ അതും നല്ലതിനായില്ലേ എന്ന് ചോദിക്കും. അപ്പോഴാണ് രാജാവ് ശരിയാണല്ലോ എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മളെ ലൈഫിൽ കുറേ നെഗറ്റീവായുള്ള സിറ്റുവേഷൻസും നെഗറ്റീവായ പീപ്പിൾസും അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളും വരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തേ എനിക്ക് മാത്രം ഇതെന്ന്. പക്ഷേ സീ ഗുഡ് ഇൻ എവറിത്തിങ് എന്നുള്ളതാണ്. നമ്മൾ അതിനകത്ത് പിന്നെ എന്താണ് നല്ല കാര്യങ്ങളെ കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലൈഫിൽ നമുക്ക് തീർച്ചയായിട്ടും വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു ചലഞ്ചിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ലൈഫിൽ ചലഞ്ചസ് വരുന്നത് നമ്മളെ സ്ട്രോങ് ആക്കാനാണ് അല്ലേ. നിങ്ങൾ ഏതെങ്കിലും ഒരു ചലഞ്ചിലൂടെയാണ് കടന്നു പോകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ അതുപോലെ ഐ ചൂസ് ഗുഡ് ഇൻ എവറിത്തിങ് എന്നും കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്നൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഞങ്ങൾക്ക്. അതിനകത്ത് കുറേ ടാസ്കുകളൊക്കെ കൊടുത്ത് പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി ഇങ്ങനെ വളരെ ആക്റ്റീവായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ വളരെയധികം എന്താ പറയുക യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.